ഈ വീഡിയോ നമ്മൾ ഹോം എന്നുള്ള ടാബിൻ്റെ അകത്ത് നാലാമത്തെ കാറ്റഗറി ആയിട്ടുള്ള സ്റ്റൈൽസിനെ കുറിച്ച് പറയാം. സ്റ്റൈൽസ് എന്നുള്ള കാറ്റഗറി ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ്, നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിന് ഈ പറയുന്ന രീതിയിലുള്ള എഫക്റ്റുകൾ കൊടുക്കുക എന്നുള്ളതിൻ്റെ കേസാണ്. അത് നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ ടൂൾസൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഡിഫോൾട്ടായിട്ട് തന്നെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് സ്റ്റൈൽസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ സ്റ്റൈൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ കണ്ടൻറ്റിനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇത്രയും എഫക്റ്റുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ ഇവിടെ യൂസ് ചെയ്ത് എന്തൊക്കെയാണോ ഫോണ്ടിൽ, അതേപോലെ തന്നെ പാരഗ്രാഫിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണോ അതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഇവിടെ വരുന്നത്. പക്ഷേ നമ്മൾ അതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ പകരം ജസ്റ്റ് ഇതൊരെണ്ണം മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്തു. പാരഗ്രാഫ് ടൈപ്പ് ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നോർമൽ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക സ്റ്റൈല്. സോ ഇതിൽ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം നോ സ്പേസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പോൾ നോക്കി നോക്കും, അവിടെ നമ്മൾ പാരഗ്രാഫുകളുടെ സ്പേസ് പറഞ്ഞ ഓപ്ഷൻ, ലൈനിൻ്റെ സ്പേസ്, ഇതെല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ആയി. സോ ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ നോ സ്പേസിംഗ് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നോർമൽ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വരുന്ന ഓപ്ഷൻസ് തന്നെ. ദാറ്റ് മീൻസ് ഈ ലൈൻ സ്പേസ് പറഞ്ഞ സാധനം 1.15 എന്നും, അതുപോലെ തന്നെ പാരഗ്രാഫിൻ്റെ അകത്ത് ബിഫോർ എന്നുള്ള രീതിയിൽ ഒഴിവാക്കിയിട്ട് ആഫ്റ്റർ നമുക്കൊരു പാരഗ്രാഫിനൊരു ലൈൻ ഒരു സ്പേസ് കൂടി കൊടുക്കുകയും ചെയ്തു. സോ ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. സോ നോ സ്പേസിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്പേസും ഇല്ല, നമ്മൾ ലൈൻ സ്പേസ് പറഞ്ഞ സാധനം ഒഴിവാക്കിയിട്ടുള്ളൊരു കേസാണ്. സോ ഇത് നോർമലി നമ്മളിവിടെ ലൈൻ സ്പേസ് നമ്മൾ പാരഗ്രാഫ് എന്നുള്ള കാറ്റഗറി നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ സിമ്പിളായിട്ട് നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ പോയിട്ട് ഇവിടെ ഒരുപാട് ക്ലിക്കുകൾ ഒഴിവാക്കുന്നുള്ളതിൻ്റെ കേസാണ്. സാധാരണ രീതിയിൽ എന്ത് ചെയ്യണം, പാരഗ്രാഫ് എന്നുള്ള കാറ്റഗറിയിൽ പോകണം, അതിൻ്റെ അത് ഈ ലൈൻ സ്പേസിൽ വരണം, ആ ലൈൻ സ്പേസ് സെലക്ട് ചെയ്യണം, ഇങ്ങൾ നെക്സ്റ്റ് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഈ ആഫ്റ്റർ പാരഗ്രാഫും ബിഫോർ പാരഗ്രാഫിനെ കുറിച്ചിട്ടുള്ള സെക്ഷൻസ് നമുക്ക് നോക്കണം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. സ്റ്റൈൽസ് എന്നുള്ള ഈ ഡിഫോൾട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് കണ്ടന്റ് സെലക്ട് ചെയ്യുന്നു, നോ സ്പേസ് ഒന്നും വേണ്ടാതുകൊണ്ട് നോ സ്പേസ് കൊടുക്കുന്നു, പ്രോബ്ലം സോൾവ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഹെഡിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ഹെഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബോൾഡ് ചെയ്യുന്നു, ഇറ്റാലിക്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അണ്ടർലൈൻ കൊടുക്കുന്നു, ഇതെല്ലാം ഓപ്ഷൻസ് കൊടുക്കുന്നു അല്ലേ. സോ ഇവിടെ സിമ്പിളായിട്ട് വേറൊരു രീതിയിലുള്ള കേസാണ് ഹെഡിങ്. ജസ്റ്റ് അതിൻ്റെ കളറും ചേഞ്ചായി, ഒപ്പം തന്നെ ഹെഡിങ് എന്നുള്ള രീതിയിലുള്ള ബോൾഡ്നെസ് അവിടെ വരും ചെയ്തു. സെയിം ഹെഡിങ് 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് ചെറുതായിരിക്കും. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 16 ആണ്, കലിബറി ലൈറ്റ് ആണ്. ഓക്കെ, അതിൻ്റെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്തു, പക്ഷേ കളർ നമുക്കിവിടെ കാണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ നമുക്ക് സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ഒന്നുകൂടി ചെറുതായി, 13 ആയി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, 13 അതിൻ്റെ സൈസായി മാറിയത്. ഹെഡിങ് 3 ആണെന്നുണ്ടെങ്കിൽ 12 ആയി മാറി. ഹെഡിങ് 4 ആണെന്നുണ്ടെങ്കിലോ 11 മാറി. ഇങ്ങനെ ഓരോ പർപ്പസിന്, ഇപ്പോൾ ടൈറ്റിലാണെങ്കിൽ അതിനനുസരിച്ച് സൈസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സബ് ടൈറ്റിൽ എംഫസിസ്, ദറ്റ് മീൻസ് ഒന്നുകൂടി ചെരിഞ്ഞിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള കേസസ്. അങ്ങനെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്റ്റൈൽസ് പറഞ്ഞ സാധനം സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഡിഫോൾട്ട് ആയിട്ടുള്ള കേസാണ്. ഇനി അങ്ങനെയല്ല, പുതിയ സ്റ്റൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കാം, ആ സ്റ്റൈലിനൊരു പേര് നിങ്ങൾ കൊടുക്കാം. അതിനുശേഷം മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് പേര് നേരത്തെ ചേഞ്ച് ചെയ്ത പോലെ വേണമെങ്കിൽ ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്ത് വയ്ക്കാം. സോ ഇവിടെ സ്റ്റൈൽ ടൈപ്പ് എന്നുള്ളതിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, ലിങ്ക്ഡ് ഉണ്ട്. ദറ്റ് മീൻസ് പാരഗ്രാഫ് ആൻഡ് ക്യാരക്ടർ തമ്മിൽ ലിങ്ക് എന്നുള്ള കേസ് ഉണ്ട്, ടേബിളും ഉണ്ട്, ലിസ്റ്റും ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പൊതുവേ നമുക്ക് ഈ ഹെഡിങ്സ് പറഞ്ഞ സാധനങ്ങളൊക്കെ വരും ലിങ്ക്ഡ് എന്ന രീതിയിൽ വരും. ഇതിൻ്റെ കൂടുതൽ യൂസേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് എന്നുള്ള ടാബ് പറയുമ്പോൾ അവിടെ നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ പറയും. ആ ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഓപ്ഷനിലാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റൈൽസ് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്റ്റൈലുകൾ കൊടുക്കുമ്പോഴാണ് മാത്രമാണ്. ഈ ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3 എന്നുള്ള ലിങ്ക് ക്രിയേറ്റ് ആവും. ഈ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ദറ്റ് മീൻസ് ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ആ നെക്സ്റ്റ് ദറ്റ് മീൻസ് ആ വേർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ വാക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാക്ക് എങ്ങോട്ടാണോ സൂചിപ്പിക്കുന്നത് അങ്ങോട്ട് നമ്മുടെ കഴ്സറിനെ കൊണ്ടുപോകുന്നു. അതാണ് ലിങ്ക്ഡ് എന്നുള്ള ഓപ്ഷൻ പറയുന്നത്. സോ സ്റ്റൈലിൻ്റെ കാറ്റഗറി എന്താണ്, ഹെഡിങ് 1 ആണോ, ഹെഡിങ് 2 ആണോ, ഹെഡിങ് 9 വരെയുള്ള കേസ് ഉണ്ട്. അതേപോലെ തന്നെ സബ് ടൈറ്റിലുണ്ട്, ടൈറ്റിലുണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണ് ഇതിൻ്റെ കേസസ് എന്നുള്ള കേസ് നമുക്ക് യൂസ് ചെയ്യാം. സെയിം അതേപോലെ തന്നെ ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ പാരഗ്രാഫിൻ്റെ ഫോളോയിങ് എങ്ങനെ ആയിരിക്കണം, ടെസ്റ്റ് എന്നുള്ള കേസും ഉണ്ടാവാം, അല്ലെങ്കിൽ നോർമൽ. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് എന്നുള്ള പേര് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു കേസ് വന്നിട്ടുള്ളത്. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഫോണ്ട് യൂസ് ചെയ്യണം, എത്ര ആയിരിക്കണം അതിൻ്റെ സൈസ്, ബോൾഡ് ചെയ്യണോ, ഇറ്റാലിക്സ് ചെയ്യണോ, അണ്ടർലൈൻ കൂടി ചെയ്യണോ, അത് ഏത് കളറിലായിരിക്കും ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ആ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടി. സോ
നിങ്ങൾ വേറെ ഏതെങ്കിലും വാക്കിന്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നെയുള്ള ഒരു വേർഡ് എന്നുള്ള വാക്ക് ഞാൻ എന്ത് ചെയ്തു, സെയിം ആ ഒരു ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സ്റ്റൈലിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കും. സെയിം എഫക്റ്റായി. അപ്പോൾ എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നമുക്ക് റീഅപ്ലൈ പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അപ്ലൈ സ്റ്റൈൽസ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റൈൽസ് പറഞ്ഞ സാധനം ഒന്നും എന്തൊക്കെ സ്റ്റൈൽസ് എന്തൊക്കെ ഫോർമാറ്റ് നമ്മൾ ചെയ്യുന്നു അതെല്ലാം നമ്മൾ ക്ലിയർ ഫോർമാറ്റ് വെച്ച് നമ്മൾ ഒഴിവാക്കുന്ന പോലെ തന്നെ ഇവിടെയും അതേ സെയിം ഓപ്ഷൻസ് ഉണ്ട്, ക്ലിയർ ഫോർമാറ്റിംഗ്. അപ്പോൾ നോർമൽ ടെക്സ്റ്റായിട്ട് നോർമലായിട്ട് മാറും. ബാക്കി എന്തെല്ലാം എഫക്റ്റ് ഉണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ഒഴിവാകുകയും ചെയ്യും. സോ അതാണ് ഇതിനകത്ത് നമുക്ക് വരുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞ കാറ്റഗറി.